നമസ്കാരം സുഹൃത്തുക്കളെ, ഏവർക്കും അക്ഷയ കേരളമിലേക്ക് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സാധാരണ തൊഴിലാളികൾക്കും കർഷകർക്കും പെൻഷൻ ഗുണഭോക്താക്കൾക്കും വീടില്ലാത്ത കുടുംബങ്ങൾക്കും ഒരുപോലെ സന്തോഷം നൽകുന്ന നിരവധി പ്രധാന സർക്കാർ പദ്ധതികളെ കുറിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കുന്നത്. ഈ ശ്രം കാർഡ്, പ്രതിമാസം 3000 രൂപ പെൻഷൻ ലഭ്യമാക്കുന്ന PM-SYM പദ്ധതി, അതുപോലെ കേരള ലൈഫ് മിഷൻ ഭവന പദ്ധതി, ക്ഷേമ പെൻഷൻ വിതരണം 4000 രൂപയാണോ ഈ മാസം എന്നുള്ള കാര്യം, പുതിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, അതായത് ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ 25 ലക്ഷം ഓണത്തിന് ലഭിക്കുമോ, അതുപോലെ കൂടാതെ PM കിസാൻ 24ാം ഗഡു എന്നിവയെ കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. കാരണം ഓരോ കാര്യങ്ങളും നിങ്ങളുടെ കുടുംബത്തിന് ആവശ്യമായ ഓരോ പ്രധാനപ്പെട്ട ഗവൺമെന്റിന്റെ ഇൻഫർമേഷനാണ്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ, ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഓരോ കമന്റും ഞങ്ങൾക്ക് വിലപ്പെട്ടതുമാണ്. കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമ്മൾക്ക് ഈ ശ്രം കാർഡിനെ കുറിച്ച് നോക്കാം. ഇന്ത്യയിലെ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ദേശീയ ഡാറ്റാബേസ് ആണ് ഈ ശ്രം പോർട്ടൽ. കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ, കൂലിപ്പണി തൊഴിലാളികൾ, അതുപോലെ ഓട്ടോ ടാക്സി ഡ്രൈവർമാർ, വീട്ടുജോലിക്കാർ, മത്സ്യത്തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, തെരുവ് കച്ചവടക്കാർ, തയ്യൽ തൊഴിലാളികൾ തുടങ്ങിയ സ്ഥിരമായ സാമൂഹ്യ സുരക്ഷ ഇല്ലാത്ത ലക്ഷക്കണക്കിന് ആളുകളെ ഈ പദ്ധതിയിലൂടെ സഹായിച്ചിട്ടുണ്ട്. ഈ ശ്രം കാർഡ് ലഭിക്കുന്നതിലൂടെ സർക്കാർ അംഗീകരിച്ച തൊഴിലാളി എന്ന തിരിച്ചറിയൽ ലഭിക്കുന്നു. ഇതിലൂടെ ഭാവിയിൽ സർക്കാർ പ്രഖ്യാപിക്കുന്ന വിവിധ ക്ഷേമ പദ്ധതികളിലേക്ക് എളുപ്പത്തിൽ പരിഗണിക്കപ്പെടാനുള്ള സാധ്യത വർദ്ധിക്കും. അപകട ഇൻഷുറൻസ് പോലുള്ള സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങളിലേക്കും പ്രവേശനം ലഭിക്കും. ഈ ശ്രം കാർഡിന് അപേക്ഷിക്കണമെങ്കിൽ ആധാർ കാർഡ്, ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ എന്നിവ ആവശ്യമാണ്. സമീപത്തെ CSC കേന്ദ്രത്തിലൂടെയോ ഓൺലൈനായോ രജിസ്റ്റർ ചെയ്യാം. രജിസ്ട്രേഷൻ പൂർത്തിയായാൽ ഓരോ തൊഴിലാളിക്കും പ്രത്യേക UAN നമ്പർ ലഭിക്കും. ഭാവിയിലെ സർക്കാർ സേവനങ്ങൾക്കായി ഈ നമ്പർ പ്രധാനപ്പെട്ടതായിരിക്കും. പലർക്കും ഒരു സംശയമുണ്ട്, ഈ ശ്രം കാർഡ് എടുത്താൽ എല്ലാ ആനുകൂല്യം സ്വമേധയാ ലഭിക്കുമെന്നുള്ളത്. അതിനുത്തരം ഇല്ല എന്നാണ്. ഈ ശ്രം കാർഡ് ഒരു രജിസ്ട്രേഷനും തിരിച്ചറിയലുമാണ്. പ്രത്യേക പദ്ധതികളിൽ പ്രത്യേകം ചേർന്നാൽ മാത്രമേ ആ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ. അത്തരത്തിലുള്ള പ്രധാന പദ്ധതിയാണ് പ്രധാൻ മന്ത്രി ശ്രമയോഗി മാൻധൻ പദ്ധതി അഥവാ PM-SYM. അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് 60 വയസ്സിന് ശേഷം പ്രതിമാസം 3000 രൂപ പെൻഷൻ ലഭിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. 18 മുതൽ 40 വയസ്സ് വരെയുള്ളവർക്കാണ് ഈ പദ്ധതിയിൽ അംഗമാകാൻ കഴിയുക. ഇതുകൂടാതെ പ്രതിമാസ വരുമാനം 15,000 രൂപയിൽ താഴെയായിരിക്കണം. പ്രായം കൂടുന്നതിനനുസരിച്ച് മാസാന്ത സംഭാവനയും വ്യത്യാസപ്പെടും. ചെറുതായ തുക പ്രതിമാസം നിക്ഷേപിച്ചാൽ അതേ തുക കേന്ദ്ര സർക്കാരും നിങ്ങളുടെ പേരിൽ നിക്ഷേപിക്കും. അതായത് ഇത് സർക്കാരിന്റെ തുല്യ സംഭാവനയുള്ള പെൻഷൻ പദ്ധതിയാണ്. ഉദാഹരണത്തിന് ചെറുപ്പത്തിൽ പദ്ധതിയിൽ ചേർന്നവർക്ക് വളരെ കുറഞ്ഞ തുക മാത്രമേ മാസത്തിൽ അടയ്ക്കേണ്ടി വരികയുള്ളൂ. എന്നാൽ 60 വയസ്സ് പൂർത്തിയാകുമ്പോൾ പ്രതിമാസം 3000 രൂപ പെൻഷൻ ലഭിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഈ ശ്രം കാർഡ് എന്നത് PM-SYM പദ്ധതി ലഭിക്കാൻ മതിയാകില്ല. ഈ പദ്ധതിയിൽ പ്രത്യേകം രജിസ്റ്റർ ചെയ്യണം. എന്നാൽ ഈ ശ്രം കാർഡിനുള്ള UAN വിവരങ്ങൾ ഉള്ളതിനാൽ രജിസ്ട്രേഷൻ നടപടികൾ കൂടുതൽ എളുപ്പമാകും. പുതിയതായി തൊഴിലിൽ പ്രവേശിക്കുന്ന യുവാക്കൾക്കും അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കും ഈ പദ്ധതി ഭാവിയിലെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കാൻ വളരെയധികം സഹായം ചെയ്യുന്ന ഒന്നാണ്. ഇപ്പോഴും പലരും ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, ഈ ശ്രം കാർഡ് എടുത്താൽ ഉടൻ തന്നെ സർക്കാർ സാമ്പത്തിക സഹായം പെൻഷൻ ലഭിക്കുമോ എന്നുള്ളത്. ഇതിന് വ്യക്തമായ ഉത്തരം അറിയേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ശ്രം കാർഡ് എന്നത് ഒരു തിരിച്ചറിയൽ രേഖയാണ്. അതായത് അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ വിവരങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ദേശീയ ഡാറ്റാബേസിൽ ഉൾപ്പെടുന്നതിനുള്ള സംവിധാനമാണിത്. ഈ കാർഡ് ഉള്ളത് കൊണ്ട് മാത്രം എല്ലാ ആനുകൂല്യങ്ങളും സ്വമേധയാ ലഭിക്കില്ല. എന്നാൽ സർക്കാർ ഭാവിയിൽ പ്രഖ്യാപിക്കുന്ന ക്ഷേമ പദ്ധതികളിലേക്ക് അർഹരായ തൊഴിലാളികളെ കണ്ടെത്തുന്നതിനും വിവിധ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ കാര്യക്ഷമമായി നടപ്പാക്കുന്നതിനും ഈ രജിസ്ട്രേഷൻ വലിയ സഹായമാകും. അതിനാൽ ഈ ശ്രം കാർഡ് എടുത്തവർ അവരുടെ വിവരങ്ങൾ കൃത്യമായി നൽകിയിട്ടുണ്ട് എന്നും മൊബൈൽ നമ്പർ, ബാങ്ക് അക്കൗണ്ട്, ആധാർ വിവരങ്ങൾ എന്നിവ ശരിയാണോ എന്നും ഇടയ്ക്കിടെ പരിശോധിക്കുന്നത് നല്ലതാണ്. ഇനി നമ്മൾക്ക് കേരള ലൈഫ് മിഷൻ ഭവന പദ്ധതിയുടെ 4ാം ഘട്ടത്തെ കുറിച്ച് നോക്കാം. എല്ലാവർക്കും സുരക്ഷിതമായ ഒരു വീട് എന്ന ലക്ഷ്യത്തോടെയാണ് കേരള സർക്കാർ ലൈഫ് മിഷൻ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിനു മുൻപ് ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് സ്വന്തമായി വീട് ലഭിക്കാൻ ഈ പദ്ധതി സഹായമായിട്ടുണ്ട്. ഇപ്പോൾ 4ാം ഘട്ടത്തിലൂടെ മുൻപത്തെ ഘട്ടങ്ങളിലെ ഉൾപ്പെടാൻ കഴിയാതെ പോയ അർഹരായ കുടുംബങ്ങളും പരിഗണിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ പാതി വഴിയിൽ നിലച്ച വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് മുൻഗണന നൽകിയിരിക്കുന്നതാണ്.
രണ്ടാം ഘട്ടത്തിൽ സ്വന്തമായി ഭൂമിയുണ്ടെങ്കിലും വീട് നിർമ്മിക്കാൻ സാമ്പത്തിക ശേഷിയില്ലാത്ത കുടുംബങ്ങൾക്ക് ധനസഹായം ലഭ്യമാക്കി. മൂന്നാം ഘട്ടത്തിൽ ഭൂമിയും വീടുമില്ലാത്ത കുടുംബങ്ങൾക്ക് ഫ്ളാറ്റുകൾ നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയാണ് നടപ്പാക്കിയത്. ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് നാലാം ഘട്ടമാണ്. നിലവിൽ അർഹതയുള്ളവരാണെങ്കിലും ഇതുവരെ പദ്ധതിയുടെ ഗുണഭോക്താക്കളാകാൻ കഴിയാത്ത കുടുംബങ്ങൾക്ക് അവസരം ലഭിക്കുന്ന പ്രതീക്ഷയിലാണ് പലരും. ധനസഹായത്തിന്റെ കാര്യത്തിലും പ്രത്യേക ഇളവുകളുണ്ട്. സാധാരണ അർഹരായ ഗുണഭോക്താക്കൾക്ക് 4 ലക്ഷം രൂപ വരെ സാമ്പത്തിക സഹായം ലഭിക്കാം. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന അർഹരായ കുടുംബങ്ങൾക്ക് 6 ലക്ഷം രൂപ വരെ സഹായം ലഭിക്കുന്ന വ്യവസ്ഥയും പദ്ധതിയിലുണ്ട്. അപേക്ഷകൾ പരിശോധിക്കുമ്പോൾ വിധവകൾ, ഭിന്നശേഷിക്കാർ, പ്രായമുള്ളവർ, പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് തുടങ്ങിയവർക്ക് മുൻഗണന നൽകുന്ന രീതിയാണ് ലൈഫ് മിഷനിൽ പ്രത്യേകമായി പിന്തുടരുന്നത്. രജിസ്ട്രേഷൻ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഗ്രാമപഞ്ചായത്ത് മേഖലയിലുള്ളവർ ഗ്രാമസഭ വഴിയും നഗരപ്രദേശങ്ങളിലുള്ളവർ വാർഡ് സഭ വഴിയും അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അതിനാൽ നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ അറിയിപ്പുകൾ ശ്രദ്ധിക്കുന്നത് വളരെ പ്രധാനമാണ്. മറ്റൊരു പ്രധാന നിബന്ധന, ഈ പദ്ധതിയിലൂടെ ലഭിക്കുന്ന വീട് നിശ്ചിത കാലയളവിനുള്ളിൽ വിൽക്കാനോ വാടകയ്ക്ക് നൽകാനോ സാധിക്കില്ല. യഥാർത്ഥ അർഹർക്കാണ് ഈ പദ്ധതി ലഭിക്കേണ്ടത് എന്ന ലക്ഷ്യത്തോടെയാണ് ഈ വ്യവസ്ഥ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് ക്ഷേമ പെൻഷനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങളിലേക്ക് വരാം. ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞുവെന്ന് അറിയാം. ലക്ഷക്കണക്കിന് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക നേരിട്ട് ക്രെഡിറ്റ് ചെയ്യുന്ന നടപടികളാണ് പുരോഗമിക്കുന്നത്. സാധാരണയായി ഗുണഭോക്താക്കൾക്ക് 2000 രൂപയാണ് ലഭിക്കുന്നത്. ചിലരുടെ അക്കൗണ്ടിൽ ചെറിയ വ്യത്യാസം കാണുന്നുണ്ടെങ്കിൽ കേന്ദ്രവിഹിതം പ്രത്യേകം അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട സാങ്കേതിക കാരണങ്ങളാകാം അതിന് കാരണം. അതിനാൽ അക്കൗണ്ടിൽ ചെറിയ വ്യത്യാസം കണ്ടാൽ ഉടൻ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ബാങ്കിൽ നേരിട്ട് പോകാൻ കഴിയാത്ത കിടപ്പ് രോഗികൾക്കും അതീവ രോഗങ്ങൾ ബാധിക്കുന്ന വയോജനങ്ങൾക്കുമായി ഹോം ഡെലിവറി സംവിധാനം തുടരുന്നുണ്ട്. ഉദ്യോഗസ്ഥർ നേരിട്ട് വീട്ടിലെത്തി പെൻഷൻ കൈമാറുന്ന രീതിയാണിത്. ഇവ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മസ്റ്ററിംഗ് 2025 ഡിസംബർ 31 വരെ പെൻഷൻ ലഭിച്ച എല്ലാ ഗുണഭോക്താക്കളും നിർബന്ധമായും മസ്റ്ററിംഗ് പൂർത്തിയാക്കണം. ഇതിനായി നിശ്ചയിച്ചിരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 30 മസ്റ്ററിംഗ് ചെയ്യേണ്ടത് അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തി ആധാർ ബയോമെട്രിക് പരിശോധനയിലൂടെയാണ് ചെയ്യേണ്ടത്. മൊബൈൽ ഫോൺ വഴിയോ മറ്റു ഓൺലൈൻ മാർഗങ്ങളിലൂടെയോ ഇത് ചെയ്യാൻ സാധിക്കില്ല. സംസ്ഥാനത്ത് നിന്ന് പുറത്തുള്ളവർക്ക് അവിടെ നിന്ന് മസ്റ്ററിംഗ് പൂർത്തിയാക്കാനും സാധിക്കില്ല. മുൻപ് വിരലടയാളം പതിയാത്ത പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നവർ ആധാർ വിവരങ്ങൾ പുതുക്കിയ ശേഷം വീണ്ടും ശ്രമിക്കുന്നത് നല്ലതാണ്. അവസാന ദിവസങ്ങളിലെ തിരക്ക് കൂടാൻ സാധ്യതയുള്ളതിനാൽ കഴിയുന്നത്ര നേരത്തെ മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നത് സുരക്ഷിതമാണ്. ഓണക്കാലത്തോടനുബന്ധിച്ച് സർക്കാർ അവതരിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം കുടുംബങ്ങൾക്ക് വലിയ ചികിത്സാ ചെലവുകൾ അതുപോലെ സാമ്പത്തിക സംരക്ഷണം നൽകുക എന്നുള്ളതാണ്. ഒരു കുടുംബത്തിന് 25 ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. നിലവിലുള്ള കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി, KSP, ആയുഷ്മാൻ ഭാരത് എന്നീ പദ്ധതികളുമായി സംയോജിപ്പിച്ചുള്ള സംവിധാനവും സർക്കാർ പരിഗണിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. റേഷൻ കാർഡിന്റെ വിഭാഗവും കുടുംബത്തിന്റെ സാമ്പത്തിക സാഹചര്യവും അടിസ്ഥാനമാക്കിയായിരിക്കും അർഹത നിശ്ചയിക്കുക. കുറഞ്ഞ വരുമാനമുള്ള കുടുംബങ്ങൾക്ക് സൗജന്യമായോ കൂടുതൽ ആനുകൂല്യങ്ങളോടെയോ പദ്ധതി ലഭിക്കാനും മറ്റു വിഭാഗങ്ങൾക്ക് പ്രീമിയം അടിസ്ഥാനത്തിലുള്ള സംവിധാനം ഉണ്ടാകാനും സാധ്യതയുണ്ട്. സർക്കാർ ആശുപത്രികൾക്കൊപ്പം സ്വകാര്യ ആശുപത്രികളിലും മികച്ച ചികിത്സ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി രൂപകൽപ്പന ചെയ്യുന്നത്. പദ്ധതിയുടെ വിശദമായ മാർഗനിർദ്ദേശങ്ങൾ സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതോടെ കൂടുതൽ വ്യക്തത ലഭിക്കും. ഇനി നമുക്ക് PM കിസാൻ 24ാം ഗഡുവിനെ കുറിച്ച് നോക്കാം. 24ാം ഗഡു തുക യാതൊരു തടസ്സവുമില്ലാതെ ലഭിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ നിർബന്ധമായും പരിശോധിക്കണം. ആദ്യം KYC പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കുക. OTP, ബയോമെട്രിക് അല്ലെങ്കിൽ CSC കേന്ദ്രം വഴി നിങ്ങൾക്ക് ഇത് ചെയ്യാം. രണ്ടാമതായി ആധാർ സീഡിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. ബാങ്ക് അക്കൗണ്ട് NPCI വഴി ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ DBT തുക ലഭിക്കാൻ വൈകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഭൂമിയുടെ രേഖകൾ പുതുക്കിയിട്ടുണ്ടോ എന്നും ബാങ്ക് അക്കൗണ്ട് സജീവമാണോ എന്നും IFSC കോഡും അക്കൗണ്ട് നമ്പറും ശരിയാണോ എന്നും പരിശോധിക്കുക. ചെറിയ പിഴവുകൾ പോലും ഗഡു ലഭിക്കുന്നതിൽ കാലതാമസം ഉണ്ടാക്കാൻ ഇടയാകും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഓഗസ്റ്റ് മാസ പെൻഷൻ വിതരണം 4000 രൂപ ലഭിക്കുമോ എന്നും പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് പറഞ്ഞു തരാം. കഴിഞ്ഞ മുൻ വർഷങ്ങളിലെ കണക്കെടുക്കുമ്പോൾ ഓണത്തോടനുബന്ധിച്ച് 2 ഗഡു കഴിഞ്ഞ വർഷത്തെല്ലാം 3000 രൂപ ഒരുമിച്ച് വിതരണം ചെയ്ത സാഹചര്യമുണ്ട്. ഇപ്പോൾ പെൻഷൻ തുക വർദ്ധിപ്പിച്ച് 2000 രൂപയാക്കിയ സാഹചര്യത്തിൽ സെപ്റ്റംബർ മാസം അതുപോലെ ഓഗസ്റ്റ് മാസത്തെയും ചേർന്ന് 4000 രൂപ വിതരണം ചെയ്യുമെന്നാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും അങ്ങനെയൊരു അറിയിപ്പ് വന്നിട്ടില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു പക്ഷേ നൽകുകയാണെങ്കിൽ, ഒഫീഷ്യലായി വരികയാണെങ്കിൽ അത് ഞങ്ങൾ ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും.
അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിനെ ഹൈപ്പ് ചെയ്യാനും കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.